ഹായ്, ഞാൻ ഗ്രേസി. ഇന്ന് ഞാൻ ഉണ്ടാക്കുവാൻ പോകുന്ന റെസിപ്പി ചീസ് പൊട്ടറ്റോ സ്നാക്സ്. വേവിച്ച ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലെടുക്കുക. അത് തണുത്തതിന് ശേഷം അതിനെ പൊടിക്കുക. ഇനി നന്നായി പൊടിക്കണം. അതിനുശേഷം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. മല്ലിയില കുഞ്ഞതായിട്ട് അരിഞ്ഞത് അതിൽ ചേർക്കുക. ഉപ്പ് ആവശ്യാനുസരണം അതിൽ ചേർക്കുക. അതിനുശേഷം ഒരു പച്ചമുളക്, അത് എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയാണ്, ഒരു പച്ചമുളക് കുഞ്ഞതായിട്ട് അരിഞ്ഞ് ചേർക്കുക. കാപ്സിക്കം ഞാൻ 3 എടുത്തിട്ടുണ്ട്, അത് കുഞ്ഞതായിട്ട് അരിഞ്ഞ് അതിൽ ചേർക്കുക. ഉള്ളി 2 ഉള്ളിയാണ്, സബോള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് കുഞ്ഞായിട്ട് അരിയുക. അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുക. അതിനുശേഷം ഉണക്കമുളക് ചതച്ചത് ഒരു സ്പൂണ് അതിനകത്ത് ചേർക്കുക. അതിനുശേഷം കുരുമുളക് ചതച്ചത് ചേർക്കുക. അതിനുശേഷം ഗരം മസാല ചേർക്കുക, ഒരു സ്പൂൺ. ശേഷം വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ഒരു സ്പൂണ് ഇതിൽ ചേർക്കുക. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ കുരു കളഞ്ഞ് അതിൻ്റെ നീര് നന്നായി അതിനകത്ത് പിഴിഞ്ഞൊഴിക്കുക. അതിനെ നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് മൈദപ്പൊടി ഇടുക. മൈദപ്പൊടി ആവശ്യത്തിന് ഇട്ട് അതിനെ ഇളക്കുക. ഇനി വേണമെങ്കിൽ മാത്രം നമ്മൾ ഇട്ടാൽ മതി. ഇട്ട് നന്നായി അതിനെ ഇളക്കി ചപ്പാത്തി പരുവം വരെ അതിനെ കുഴച്ചുകൊണ്ടിരിക്കണം. നന്നായി ചപ്പാത്തി പരുവത്തിൽ കുഴിച്ച് അതിനെ വെക്കുക. വെച്ചതിന് ശേഷം അതിനെ ഒരു വലിയ ഉരുള എടുത്തിട്ട് അതിനെ ഉരുട്ടി അതിനെ രണ്ടാക്കുക. രണ്ടാക്കി കുഴിവ് കൂടുതലാണെങ്കിൽ ഇച്ചിരി മൈദ തൊട്ടതിന് ശേഷം അതിനെ ഉരുട്ടുക. അതിനെ രണ്ടാക്കി ഇട്ട് അതിനെ ഉരുട്ടുക. നന്നായി ഉരുട്ടി ഇത് രണ്ടും ചപ്പാത്തി പരുവത്തിൽ നമ്മളതിനെ പരത്തിയെടുക്കണം. മൈദ തൊട്ട് അതിനെ പരത്തണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. തേച്ച് രണ്ടാമത്തേൽ മൈദ തേച്ച് നന്നായി പരത്തി ഇനി അതിനെ പരത്തുക. നന്നായി ഇച്ചിരി കട്ടി ഉണ്ടായിരിക്കണം, ഒത്തിരി ചപ്പാത്തിയുടെ പരുവത്തിൽ പരത്തല്. ഇച്ചിരി കട്ടി വേണം, പിസയുടെ രൂപത്തിൽ നല്ല റൗണ്ട് ഷേപ്പിൽ അതിനെ പരത്തി അതിനെ മാറ്റി വെക്കുക. രണ്ടാമത്തെ ഉരുളയെടുത്ത് അതിനെ ആദ്യത്തെ പോലെ തന്നെ നന്നായി പരത്തുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാവ് പുരട്ടിക്കൊണ്ടിരിക്കണം. അതിനെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇനി നമ്മൾ ചീസ് വെക്കും. ചീസ് കുഞ്ഞതായിട്ട് ഷേപ്പിൽ കണ്ടിച്ച് 4 കോണിലുമായിട്ട് 4 പീസ് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് 4 സൈഡും അതിനെ ഒട്ടിക്കണത് ചീസ് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം പിസ്സ കട്ടർ കൊണ്ടതിനെ മുറിക്കുക. 4 മുറിച്ച് അതിന് ഓരോ പീസും എടുത്ത് അതിൻ്റെ സൈഡിൽ നല്ല ഒട്ടിപ്പിടിക്കാതെ ഒന്ന് ഷേപ്പ് കൊടുക്കണം.
അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ ചീസ് വെളിയിൽ വരും. അതുകൊണ്ടാണ് സൈഡ് നന്നായി. ശേഷം പാത്രം ചൂടായി, ഓയിൽ ഒഴിക്കുക. ചൂടായതിന് ശേഷം ഓരോ പീസും അതിൽ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ അതിനെ വേവിക്കണം. കൂടുതൽ ചൂടായാൽ അത് കരിഞ്ഞ് ഉൾവശം അത് വേകാതെ വരും. അതുകൊണ്ടാണ് അതിനെ ചെറുതായിട്ട് അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. പതിയെ അതിനെ തിരിച്ചിട്ട് ബ്രൗൺ കളറായോ എന്ന് നോക്കുക. അങ്ങനെ നന്നായി എല്ലാത്തിനെയും തിരിച്ച് ഇട്ട് ബ്രൗൺ കളറായെങ്കിൽ അത് വെന്ത് അതിനെ ഒരു ഡിഷിലേക്ക് എടുക്കുക. എടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടം പോലെ ടൊമാറ്റോ സോസോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിക്കുക. ഇത് നല്ല ടേസ്റ്റുള്ള ആഹാരമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്